നല്ല പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുകയും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യേണ്ട കർത്താവിന്റെ ഒരു ദിനമുണ്ട്. ഇതിപ്പോ നമ്മുടെ സമയമാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ സമയമാണെന്ന് പറയും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടമൊക്കെ നമ്മൾ പറയും നമ്മുടെ സമയമാണ്, എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമല്ലൊക്കെ ജീവിക്കുമെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. പക്ഷേ കർത്താവിനൊരു സമയമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയാണ്, കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാ അഹന്തയും അഹങ്കാരവും തകർന്നു വീഴുന്ന ദിവസം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന്റെ ആഴമായ അർത്ഥം എന്താ? ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരുവന്റെ അവസ്ഥയാണ് അഹങ്കാരം. ദൈവം വേണ്ട, അവൻ തന്നെ അവന്റെ ദൈവം. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തെ മാറ്റി നിർത്തി ഞാനെടുത്ത സകല തീരുമാനങ്ങൾക്കും കർത്താവിന്റെ ദിനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കോ ഇല്ല എന്നുള്ളതാണ്, അതോ വിലാപവും പല്ലുകടിയുമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ തള്ളിയിടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ, കുശവന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തെ മെനയാൻ നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും.